Hi everyone, welcome to the Travel Agency and Tour Operation Module First. In this module, we discuss about travel trade industry, mainly the history and development of a travel agency and functions of travel agency, functions of a travel agents and types, responsibilities, and who is a travel agent, and sources of income of a travel agent, setting up of a travel agency. What is the role of setting up of travel agency? What is the role of IATA approval and the approval from the government, and billing and settlement plan or BSP in the travel agent field. These are the topics covered in the first module. ആൻഡ് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി, ഒരു ട്രാവൽ ഏജൻസിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്ന കൺസെപ്റ്റോട് കൂടി തന്നെയാണ്. 16th സെഞ്ചുറിയിലാണ് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്ന കൺസെപ്റ്റ് തുടങ്ങിയത്. അത് യൂറോപ്പിൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാസീവായിട്ടുള്ള ആൾക്കാർ ടു ഗെയിൻ ദ നോളജ്, സീക്കിംഗ് നോളജ് ഫ്രം ദ enlightened countries like Italy and Rome. ആൻഡ് അതാണ് ഗ്രാൻഡ് ടൂർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതിനുശേഷം സ്റ്റീം ബോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1850 റെയിൽ ലിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാഞ്ചസ്റ്റർ ലിവർപൂളിലേക്കുള്ള റെയിൽ ലിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1830 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ട്രാവൽ ഏജൻസിയുടെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ഒരു ട്രാവൽ എന്ന് പറയുന്നതിൻ്റെ ഗ്രോത്തിനും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് തോമസ് കുക്ക് 1941 ഒരു ട്രാവൽ ഏജൻസി കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടിയാണ് ഒരു ഓർഗനൈസ്ഡ് ടൂർ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ട്രാവൽ ഏജൻസി എന്നാണ് തോമസ് കുക്ക് അറിയപ്പെടുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു ബിഗിനിങ്, ട്രാവൽ കൺസെപ്റ്റിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഒരു മാസ് എക്സ്കർഷൻസിനെയും കൊണ്ട് ലിവർപൂൾ കാരവാൻ ട്രിപ്പ് നടത്തിയതാണ്. ഒരു ഫസ്റ്റത്തെ ഒരു പാക്കേജ് ടൂർ ആയിട്ട് ഒരു ട്രാവൽ ഏജൻസിയുടെ സെറ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ട്രാവലേഴ്സ് ചെക്കും ഹോട്ടൽ വൗച്ചേഴ്സും ക്രെഡിറ്റ് കാർഡ്സും ഒക്കെ 1917 ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി തന്നെ ട്രാവൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ട്രാവൽ അത് ഒരു ഓർഗനൈസ്ഡ് ഫോമിലേക്ക് മാറിയെന്ന് പറയാം. ഒരു ബ്രിട്ടീഷ് ഗസ്റ്റിനെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് തോമസ് കുക്കാണ് ബൈ ദ സ്റ്റീം ഷിപ്പ്. ആൻഡ് തോമസ് കുക്ക് അദ്ദേഹത്തിൻ്റെ മക്കളും കൂടെ 1880 ബോംബെയിലും കൽക്കട്ടയിലുമായിട്ട് 2 ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയുടെ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ട്രാവൽ ബിസിനസ് ഏറ്റവും കൂടുതൽ ഒരു ട്രാവൽ ഏജൻസി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തായ് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ട്രാവൽ ഏജൻസിയുടെ ബിഗിനിങ് തുടങ്ങുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ട്രാവൽ ഏജൻസി? ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത് ട്രാവൽ ഏജന്റും ട്രാവൽ ഗൈഡും ടൂർ ഓപ്പറേറ്റേഴ്സും ഒക്കെയുള്ള ഒരു കമ്പോണന്റ് ആണ്. അവരെല്ലാവരും കൂടെ അടങ്ങുന്നതാണ് നമ്മൾ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ദിസ് ഇസ് എൻ ഓർഗനൈസേഷൻ. ട്രാവൽ പാക്കേജുകൾ അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്തു തരുന്നു. ട്രാവൽ ഡോക്യുമെന്റ്സ് ലൈക്ക് പാസ്പോർട്ട്, വിസ ഡോക്യുമെന്റ്സിൻ്റെ ഒക്കെ ക്ലിയർ ചെയ്തു തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ക്ലയൻസിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ചിട്ട് ഐറ്റിനറീസ് പ്രിപ്പയർ ചെയ്തു തരുന്നു. എയർ ടിക്കറ്റിംഗ് ചെയ്തു തരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു സ്ഥലത്തേക്ക് ടൂർ പോകണമെങ്കിൽ വാട്ട് ഈസ് ദ ഡെസ്റ്റിനേഷൻ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ ഡെസ്റ്റിനേഷൻ, ആൻഡ് വാട്ട് ഈസ് ദ യുണീക്നെസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നു ഈ ട്രാവൽ ഏജൻസി മുഖേന. അതുപോലെ തന്നെ ട്രാവൽ ഏജൻസി ഒരു ഗസ്റ്റ് ഹോസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി ഈസിയർ ആക്കുന്നുണ്ട്. കാരണം വി ഡോണ്ട് നോ what kind of place is that and what is the speciality of that, what is the speciality of the people in that particular places. ഇത് നമുക്ക് നമ്മളൊരു സ്ഥലത്തേക്ക് ആദ്യമായി പോകുമ്പോൾ നമുക്കറിയത്തില്ല. പക്ഷെ ഒരു ട്രാവൽ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ എപ്പോഴും പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ അറിയുന്നതുകൊണ്ട് അവർക്ക് അത് ഗസ്റ്റിനും ഒരു ഹോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അക്കോമഡേഷൻ സെറ്റേഴ്സിൻ്റെ ആണെങ്കിലും എയർലൈൻ്റെ ആണെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആണെങ്കിലും ഒരു ലിങ്കേജ് ആയിട്ട് പ്രവർത്തിക്കുകയും ഒരു നെഗോഷിയേറ്ററി ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ട്രാവൽ ഏജൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ഗുഡ് ഗൈഡായിട്ട് പ്രവർത്തിക്കാനും ഈ ട്രാവൽ ഏജൻസിക്ക് കഴിയുന്നുണ്ട്. ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ട്രാവൽ ഏജൻസി?
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലേസിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ട്രാവൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും ട്രാവൽ ഏജൻസിക്ക്. ഐറ്റിനറി പ്രിപ്പറേഷൻ. ഐറ്റിനറി ഈസ് എ ട്രാവൽ ഡോക്യുമെന്റ് റെക്കോർഡിംഗ് ദ റൂട്ട് ഓഫ് എൻ ജേർണി. നമ്മൾ നടത്തുന്ന ജേർണിയുടെ ഒരു റൂട്ട് മാപ്പാണ് ശരിക്കും ഐറ്റിനറി എന്ന് പറയുന്നത്. ഈ ഐറ്റിനറി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഓരോ ക്ലയന്റിന്റെയും ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ്. അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ട്രാവൽ ഏജൻസിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഈ ഐറ്റിനറിയിൽ ഒരുപാട് സപ്ലൈസ് ഉണ്ട്. അതായത് ഹോട്ടൽ സെക്ടർ ഉണ്ട്, എയർലൈൻ സെക്ടർ ഉണ്ട്, അല്ലെങ്കിൽ റെയിൽവേ ഉണ്ട്, നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലുള്ള എൻട്രി ആൻഡ് ടിക്കറ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഓരോ ഡേ ബൈ ഡേ എങ്ങനെയാണ് ടൂർ പാക്കേജ് ചെയ്യുന്നത്, ഒരു പ്ലാൻ ചെയ്യുന്നത്, അതനുസരിച്ച് പ്ലാൻ ചെയ്യുകയും കോസ്റ്റിംഗ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ട്രാവൽ ഏജൻസിയുടെ ഫംഗ്ഷനിങ് ആണ്. ആവശ്യമായിട്ടുള്ള ടിക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക, ഫോറിൻ കറൻസീസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ, നമ്മുടെ ഇപ്പോൾ ഒരു ട്രിപ്പിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആക്സിഡൻസിലോ അല്ലെങ്കിൽ ലോസ് ഓഫ് ബാഗേജ് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം. മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് ചെയ്യുക എന്നുള്ളതും ട്രാവൽ ഏജൻസിയുടെ ഫങ്ഷൻസ് ആണ്. ആൻഡ് maintain contact with various services like the transportation companies, hotel managers, and the other motor car facilities in near between airport, hotel and sightseeing. ഇതൊക്കെ ട്രാവൽ ഏജൻസിയുടെ ഫങ്ഷൻസ് ആണ്. And rights and duties of a travel agencies. What are the responsibilities of a travel agent? അതായത് ഒരു ഗസ്റ്റിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ ടൂർ പാക്കേജ് ചെയ്യുക എന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു, അതിൻ്റെ ഡേറ്റ്, സ്റ്റാമ്പ് ടിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, ക്ലിയർ ആണോ എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ട്രാവൽ ഏജന്റിനുണ്ട്. അതുപോലെ തന്നെ ഒരു ഗസ്റ്റിന്റെ കംപ്ലൈൻസ് റിലേറ്റഡ് ടു പാസ്പോർട്ട്, വിസാസ്, കസ്റ്റംസ് ക്ലിയറൻസ് ഇങ്ങനെയുള്ള ബന്ധപ്പെട്ടതായിരിക്കാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന കംപ്ലൈൻസ് ഒക്കെ കേൾക്കാനും അത് ഹാൻഡിൽ ചെയ്യാനുമുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഒരു ക്ലയൻറ്റും ട്രാവൽ ഏജൻറ്റുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും വയലേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് എമൗണ്ട് കൊടുക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വം ട്രാവൽ ഏജന്റിനുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ഏജന്റിന് വേറൊരു റൈറ്റും കൂടിയുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ട്രാവൽ കമ്പനി നമുക്ക് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഹോട്ടൽസിന് റൂം റെന്റ് കൊടുക്കാനുണ്ടാവാം, അല്ലെങ്കിൽ എയർലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അഡ്വാൻസസ് എമൗണ്ട് ആവശ്യമാണ്. അപ്പോൾ ഈ അഡ്വാൻസ് എമൗണ്ട് മേടിക്കാനുള്ളതും റെസ്പോൺസിബിലിറ്റി ട്രാവൽ ഏജന്റിനുണ്ട്. അത് മാത്രമല്ല, എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ടിക്കറ്റ് അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് അല്ലാത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാം. അഡ്വാൻസ് എമൗണ്ടിലൂടെ തന്നെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ട്രാവൽ ഏജന്റിനുണ്ട്. അതൊരു റൈറ്റും കൂടിയാണ് ട്രാവൽ ഏജന്റിന്റെ. ആൻഡ് ടൈപ്പ് ഓഫ് എ ട്രാവൽ ഏജൻസീസ്. നമ്മൾ മെയിനായിട്ടും റീറ്റെയിൽ ട്രാവൽ ഏജൻസീസും ഹോൾസെയിൽ ട്രാവൽ ഏജൻസീസുമാണ് ലെവൽ ഓഫ് ഓപ്പറേഷൻ്റെ ബേസിൽ പറയുന്നത്. റീറ്റെയിൽ ട്രാവൽ ഏജൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവൽ ഏജന്റ് ഡയറക്റ്റ്ലി പബ്ലിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇവരെയാണ് റീറ്റെയിൽ ട്രാവൽ ഏജന്റ് എന്ന് പറയുന്നത്. ഈ ട്രാവൽ ഇൻഡസ്ട്രിയുടെ ഒരു പബ്ലിക് ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും റീറ്റെയിൽ ട്രാവൽ ഏജൻസ് ആയിരിക്കും. അവർ ഡയറക്റ്റ് ആയിട്ട് എയർലൈൻസുമായിട്ട് ഹോട്ടൽസുമായിട്ടും ഒക്കെ മീറ്റ് ചെയ്യുന്നു, പാക്കേജുകൾ സെറ്റ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. ഇത് ഡയറക്ട്ലി ഡീലിംഗ് ആണ്. ആൻഡ് ഹോൾസെയിൽ ട്രാവൽ ഏജൻസി മീൻസ് അവര് കുറേ ട്രാവൽ കമ്പോണൻസിനെ ഒരുമിച്ച് ഒരു ബൾക്ക് വോളിയമായിട്ട് പർച്ചേസ് ചെയ്യുന്നു. ഇപ്പം എയർലൈൻ ടിക്കറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോട്ടൽ റൂംസ് ആയിരിക്കും. ഇതൊക്കെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്തിട്ട് റീറ്റെയിൽ ഏജൻസിക്ക് നമ്മൾ കൊടുക്കുന്നു. ലൈക്ക് എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ട്രാവൽ ഏജൻസി നടത്തുകയാണ്, നമുക്കൊരു എയർ ടിക്കറ്റ് വേണം. പക്ഷെ നമുക്കിത് അവൈലബിൾ അല്ല. പക്ഷേ റിയ എന്ന് പറയുന്ന ഒരു വലിയ ഹോൾസെയിൽ ട്രാവൽ ഏജൻസി ബൾക്കായിട്ട് അവരുടെ കയ്യിൽ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? റിയ ട്രാവൽസിൻ്റെ അടുത്തുനിന്ന് ടിക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പം ഹോൾസെയിൽ ട്രാവൽ ഏജൻസിയിൽ നിന്ന് നമ്മൾ റീറ്റെയിലുകാർ പർച്ചേസ് നടത്തുന്നു.
ഇതാണ് ഹോൾസെയിൽ ട്രാവൽ ഏജൻസിയും റീറ്റെയിൽ ട്രാവൽ ഏജൻസിയും തമ്മിലുള്ള വ്യത്യാസം. റീറ്റെയിൽ ട്രാവൽ ഏജന്റ് ആണ്, റീറ്റെയിൽ ട്രാവൽ ഏജന്റിനെ ട്രാവൽ ഏജന്റ് എന്ന് അറിയപ്പെടും. കാരണം നമ്മളാണ് വൺ ഹു മീറ്റ് ദ പബ്ലിക്, ദാറ്റ് ഈസ് എ ട്രാവൽ ഏജന്റ്. ആൻഡ് ഏരിയ ഓഫ് ഓപ്പറേഷന്റെ ബേസിൽ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാവൽ ഏജൻസീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഡൊമസ്റ്റിക് ട്രാവൽ ഏജൻസീസ്. ഈ ഇൻബൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഫോറിൻ കൺട്രിയിൽ നിന്ന് ഹോം കൺട്രിയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെയാണ് നമ്മൾ ഇൻബൗണ്ട് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉള്ള ടൂർ കണ്ടക്ട് ചെയ്യുകയാണ് ആ ട്രാവൽ ഏജൻസി മെയിൻ ആയിട്ടും ചെയ്യുന്നത്. ആൻഡ് ഔട്ട്ബൗണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ഹോം കൺട്രിയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക് നമ്മൾ ടിക്കറ്റിംഗ് ചെയ്യുകയാണ് ഔട്ട്ബൗണ്ട് ട്രാവൽ ഏജൻസി ചെയ്യുന്നത്. ആൻഡ് ഡൊമസ്റ്റിക് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത് വിതിൻ ദ ബൗണ്ടറി ഓഫ് എ travel company. And what are the features of travel agency? And important travel agency is an important link between the clients and principal suppliers like airline field, hotel sectors. ഇവരൊക്കെ ആയിട്ടുള്ള ലിങ്കാണ് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇമേജ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതും ട്രാവൽ ഏജൻസി തന്നെയാണ്. ആൻഡ് ട്രാവൽ സർവീസ് റാപ്പിഡായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രാവൽ ഏജൻസിക്ക് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രാവൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ സോഷ്യൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ബിക്കോസ് ഒരു ട്രാവൽ ഏജൻസിയുടെ ട്രാവൽ പാക്കേജുകൾ ഒരു പാക്കേജും കൊണ്ട് അവസാനിക്കുന്നില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ട്രാവൽ ഏജൻസി കീപ്പ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സപ്ലയേഴ്സ് ആൻഡ് ദ ടൂറിസ്റ്റ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം they designs packages also. What are the source of income of travel agency? These are the linkages of travel agency. അതായത് ഒരു ട്രാവൽ ഏജൻസി ലിങ്ക് ചെയ്യുന്ന മറ്റ് സെക്ഷൻസ് ആണ് ഇൻഷുറൻസ് കമ്പനീസും, അക്കോമഡേഷൻ യൂണിറ്റ്, ക്രൂയിസ് കമ്പനീസ്, ബാങ്കിങ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മീഡിയ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, എയർലൈൻസ്. ഇതൊക്കെ ഒരു ട്രാവൽ ഏജൻസി ലിങ്ക് ചെയ്യുന്ന ഏരിയാസ് ആണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ എയർലൈൻ സെക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ എയർലൈൻ സെക്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഒരു മിനിമം എമൗണ്ടിൽ ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടർ റേറ്റിൽ നമുക്ക് ട്രാവൽ ഏജൻസിക്ക് ഒരു എയർലൈൻ കമ്പനി ഡിസ്കൗണ്ടർ റേറ്റിൽ കൊടുക്കും, ട്രാവൽ ടിക്കറ്റിംഗ് കൊടുക്കും. അതുപോലെ തന്നെ അക്കോമഡേഷൻ യൂണിറ്റിൽ നിന്നും ഡിസ്കൗണ്ടർ റേറ്റിൽ കിട്ടും. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് സെമിനാർസ്, അങ്ങനത്തെ ഉള്ള ഫങ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രൂയിസ് കമ്പനീസിൽ നിന്നാണെങ്കിലും ഈ പറയുന്ന പോലെ ഡിസ്കൗണ്ടർ റേറ്റിൽ നമുക്ക് ട്രാവൽ ഏജൻസി ഒരു ടൈപ്പ് ഉള്ളതിനനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ട്സും ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഈ ഏരിയാസിനെ ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ട്രാവൽ ഏജൻസി റിലേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ട്രാവൽ ഏജൻസിയുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് ഫോർമേഷൻ ഓഫ് അയാട്ട ട്രാവൽ ഏജൻസിയിൽ മെയിനായിട്ടും 2 അപ്രൂവലാണ് വരുന്നത്. ഒന്ന് അയാട്ട അപ്രൂവലും ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന്റെ അപ്രൂവലും. ഒരു ലൈസൻസ്ഡ് ട്രാവൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാട്ടയുടെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന്റെയും അപ്രൂവൽ അത്യാവശ്യമാണ്. ഇനി അയാട്ട അപ്രൂവൽ നേടണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വാലിഡ് ലൈസൻസ് ആണ്. അയാട്ട അപ്രൂവൽ എന്ന് പറയുന്നത് ഒരു വാലിഡ് ലൈസൻസ് ആണ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓഡിറ്റഡ് ഫേമിൽ നിന്ന് സാറ്റിസ്ഫാക്ടറി ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഫുൾ ടൈം ക്വാളിഫൈഡ് സ്റ്റാഫ്, അതായത് അയാട്ട ഉഫ്ത റെക്കഗ്നൈസ് ചെയ്യുന്ന ക്വാളിഫിക്കേഷനോട് കൂടിയുള്ള സ്റ്റാഫ് ഈ എയർലൈൻ ടിക്കറ്റിംഗ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെമ്പർ എയർലൈൻ, അയാട്ട റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു മെമ്പർ എയർലൈനുമായിട്ടുള്ള ടിക്കറ്റിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഓഫീസ്, ഇത് വേറൊരു എയർ കാരിയറുമായിട്ടോ അല്ലെങ്കിൽ വേറൊരു ട്രാവൽ ഏജൻസിയുമായിട്ടോ ഓഫീസ് സ്പേസ് ഷെയർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആവരുത് നമ്മുടെ അയാട്ട അപ്രൂവലിന് പോകുന്ന ട്രാവൽ ഏജൻസി. ദേ ഹാവ് their own independent office space for related to a travel agency. Rules and conditions of a travel agency. അതായത് ആപ്ലിക്കേഷൻസ് ഡയറക്ടർ, ട്രാവൽ ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ പാനൽ, അയാട്ട ഇന്ത്യ എന്നുള്ള പേരിൽ വേണം നമ്മൾ നമ്മുടെ
അപ്രൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്രൂവ്ഡ് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആൻഡ് നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് ടു ട്രാവൽ ഇൻഡസ്ട്രി ഇൻ ദ കൺട്രി. അതായിരിക്കണം നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. നമ്മുടെ കൺട്രിയിലെ ടൂറിസം ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IATA ക്വാളിഫൈഡ് ആയിട്ടുള്ള മിനിമം അറ്റ്ലീസ്റ്റ് 2 സ്റ്റാഫ് വേണം, സൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് സ്പേസ് എന്ന് പറയുന്നത് ഫ്രീലി ആക്സസിബിൾ ആയിരിക്കണം, ലൊക്കേഷൻ ഫ്രീലി ആക്സസിബിൾ ആയിട്ടായിരിക്കണം. ആൻഡ് എയർലൈൻ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഫെസിലിറ്റീസ് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ടൈം ടു ടൈമിൽ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ പറയുന്ന എല്ലാ തരത്തിലുള്ള റെക്കഗ്നിഷൻസും ടൈം ടു ടൈം നമ്മൾ ഗെയിൻ ചെയ്തിരിക്കണം. ഓഡിറ്റഡ് റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ we must attach the statement of international sales with application form. ഇന്റർനാഷണൽ സെയിൽസ് നമ്മൾ നടത്തുന്ന ട്രാവൽ ഏജൻസി ആണ് എന്ന് തെളിയിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം നമ്മുടെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന്റെ അപ്രൂവൽ കിട്ടണമെങ്കിലും ഡയറക്ടർ ഓഫ് ടൂറിസം, മിനിസ്ട്രി ഓഫ് ടൂറിസം ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലായിരിക്കണം നമ്മളിത് കൊടുക്കുന്നത്. റൺ ചെയ്ത് 1 year എങ്കിലും ആയ ഒരു ട്രാവൽ ഏജൻസിക്ക് മാത്രമേ നമുക്ക് ഈ ഒരു അപ്രൂവലിന് വേണ്ടി പോകാൻ പറ്റത്തുള്ളൂ. പെയ്ഡ് ക്യാപിറ്റൽ, മിനിമം പെയ്ഡ് ക്യാപിറ്റൽ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ തെളിയിക്കണം. അതുപോലെ തന്നെ IATAയുടെ ലൈസൻസ് മെമ്പർ എയർലൈൻസുമായിട്ടുള്ള ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ തെളിയിക്കണം. അതുപോലെ തന്നെ ഫോറിൻ ടൂറിസ്റ്റുകളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് RBIയുടെ ഒരു അപ്രൂവൽ വേണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ പാസ്പോർട്ട്, ഡോക്യുമെന്റ്സ്, ബാക്കിയുള്ള പേപ്പേഴ്സ്, ഹെൽത്ത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൽ നിന്ന് ഉള്ളൊരു അപ്രൂവൽ നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ ലോക്കൽ ഷോപ്സും റിലേറ്റഡ് ഏജൻസീസുമായിട്ടുള്ള ഒരു രജിസ്ട്രേഷനും എസ്റ്റാബ്ലിഷ്മെന്റും ഒക്കെ നമ്മൾ തുടങ്ങിയിരിക്കണം. അതുപോലെ തന്നെ IATA റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടൂറിസം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 1 or 2 സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ബിക്കോസ് പ്രൊഫഷണൽ ബേസ് ചെയ്തിട്ട് IATA റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സ്റ്റാഫ് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് എയർലൈൻ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം, ആൻഡ് റെയിൽവേ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫീസ് നമ്മൾ അടയ്ക്കാൻ ഉള്ള ബാധ്യത നമുക്ക് ഉണ്ട്. ഓരോ ട്രാവൽ ഏജൻസിക്കും എന്താണെന്ന് അവർ പറയുന്ന ഫീസ്, പ്രിസ്ക്രൈബ്ഡ് ഫീസ്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓഡിറ്റഡ് ആനുവൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അറ്റാച്ച് ചെയ്യുകയും ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബില്ലിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്ലാൻ. വാട്ട് ഈസ് BSP? BSP എന്ന് പറയുന്നത് is designed to facilitate or simplify the selling, reporting and remitting procedure of IATA accredited passenger sales agents. അതായത് it's improve the financial control and cash flow of the BSP airline. It means നമ്മളൊരു ട്രാവൽ ഏജൻസി, ഒരു ട്രാവൽ ഏജന്റ്, ഒരുപാട് ട്രാവൽ ഏജന്റ് ഒരു എയർലൈനിന്റെ ടിക്കറ്റ് സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഏജന്റുമാരിൽ നിന്ന് ഈ ടിക്കറ്റിങ്ങിന്റെ പ്രൊസീജിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ബില്ലിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്ലാൻ. അപ്പോൾ ഏജൻസ് ഇഷ്യൂ സെയിൽസ് ഒരു സെൻട്രൽ പോയിന്റിലേക്കാണ് നമ്മൾ ഈ പറയുന്ന ബില്ലിങ് നമ്മൾ ചെയ്യുന്നത്. പല സ്ഥലത്ത് നിന്ന് പല ഏജന്റുമാർ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്ത് ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നു. ഇത് ഇലക്ട്രോണിക്കലി ബേസ് ചെയ്യുന്ന ഒരു ബില്ലിംഗ് സിസ്റ്റമാണ്. ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിപ്പോർട്ട്സും ജനറേറ്റഡ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡും ഒക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പം ഒരു മോണിറ്ററിംഗ് പർപ്പസിൽ വരുമ്പം ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. പല ട്രാവൽ ഏജൻസ് ഒരേ സോഫ്റ്റ്വെയറിലേക്ക് തന്നെ ചെയ്യുന്നു. നമുക്കൊരു കൺസോളിഡേറ്റഡ് ഫോം നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നു. ഇതാണ് ബില്ലിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതാണ് ട്രാവൽ ഏജൻസിയിൽ നമ്മൾ മെയിനായിട്ടും എയർലൈൻ ബേസ് ചെയ്ത് ഉപയോഗിക്കുന്ന plan, BSP. Thank you everyone. Wish you a good day.